ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കുടിജാദ്രി എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് സർവജ്ഞപീഠത്തിലേക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ജീപ്പ് പിടിച്ച് ഇങ്ങോട്ട് എത്തിയത് 38 കിലോമീറ്റർ ഉണ്ട്. അതിൽ ഒരു 10 കിലോമീറ്റർ ഓഫ് റോഡാണ്, ബാക്കിയുള്ളത് അത്യാവശ്യം തരക്കേടില്ലാത്ത വഴിയാണ്. പിന്നെ ഒരാൾക്ക് 470 രൂപയാണ് ജീപ്പിൽ ഫീസ്. 470 70 രൂപ ഫോറസ്റ്റിൻ്റെ പൈസയും 400 രൂപ ജീപ്പിൻ്റെ ആൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്, ഭയങ്കര മോശം വഴിയാണ്. അപ്പോൾ ഞങ്ങൾ താഴത്ത് എത്തി. ഇനി ഇവിടുന്ന് സർവജ്ഞപീഠത്തിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. വണ്ടി നിർത്തി മുന്നോട്ട് കുറച്ച് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. അവിടെ പ്രതിഷ്ഠ എന്താണെന്ന് അറിയില്ല, ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. കയറി നോക്കാം. ഇവിടുന്ന് മേളിലേക്കാണ് കയറി പോണ വഴി. ഇവിടെയാണ് പ്രതിഷ്ഠയുള്ള അമ്പലം. മേളിലേക്ക് കുറച്ച് മേലോട്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, അവിടെ മൂലസ്ഥാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് മേളിലേക്ക് കയറി പോകണം നമ്മുടെ സർവജ്ഞാനപീഠത്തിലേക്ക്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ഒന്ന് കയറി നോക്കാം, എന്നിട്ട് പറയാം. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കയറി വരുമ്പോൾ മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ കാണുന്നുണ്ട്. ഇത് മൂലസ്ഥാനമാണോ പറഞ്ഞത്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, അവിടെ വഴിപാടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയില്ല. നമുക്ക് കയറി നോക്കാം. ഓക്കെ, വീഡിയോ എടുക്കുന്നില്ല അമ്പലമായതുകൊണ്ട്. ഇപ്പം ഞങ്ങൾ മുകളിലേക്ക് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. വഴി മോശം വഴിയാണ്, കയറ്റമാണ്, മോശം വഴിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ താഴത്ത് വണ്ടി നിർത്തി 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയിട്ട് വരണം എന്നാണ് വണ്ടിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ബാക്കി മല കയറിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ കുത്തിനുള്ള കയറ്റത്തിൽ കൂടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല, എത്താറായെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ വഴി, ചെറിയ പുൽക്കാട് ഒക്കെ താണ്ടി മേളിലേക്ക് പോകുന്നു. മേളെത്താറായെന്ന് തോന്നുന്നു, കണ്ടിട്ട് അറിയില്ല, ചെന്ന് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. വലിയ ദൂരമൊന്നുമില്ല, എന്നാലും കയറ്റമൊക്കെ എത്തി ബുദ്ധിമുട്ടാണ്. മലയുടെ മുകളിലെത്തിയോന്ന് ഇവിടെ ചെന്നാൽ അറിയുള്ളൂ. ഇവിടെ ആരെയും കാണുന്നില്ല. ഞങ്ങൾ മുന്നേ പോയായിരുന്നു, ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ വീണ്ടും എങ്ങോട്ടേലും നടക്കണമായിരിക്കും, അറിയില്ല. ഓ, അങ്ങോട്ട് നടക്കണം, എത്തിയിട്ടില്ല. വീണ്ടും അങ്ങോട്ട് നടക്കണം. വീണ്ടും അങ്ങോട്ട് നടക്കണം. നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മളിപ്പോൾ ടോപ്പിലെത്താറായി എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് സർവജ്ഞപീഠം, ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. മല കയറി കാണാം. ഇവിടെ തന്നെ കുറച്ചും കൂടെ പോയാൽ മതി. ഈ കാണുന്നതാണ് ഇവിടെ. എങ്ങനെയാണെന്നറിയില്ല, ജിയോക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. കോൾ ഡിസ്കൗണ്ട് ആണെങ്കിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ട്. 4G കാണിക്കുന്നുണ്ട് ജിയോൻ്റെ.
വളരെ മനോഹരമായ സ്ഥലവും വ്യൂ പോയിൻ്റൊക്കെയാണ്. വീടുകളൊന്നും അധികമില്ല, പാടങ്ങളും മരങ്ങളും കാടൊക്കെയാണ്. അങ്ങനെ ദൂരെ പുഴയോ ഡാമോ എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്, മേളയ്ക്ക് കയറാം. മേളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വായോ. ഞങ്ങളുടെ മുന്നിൽ രണ്ടുപേർ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ജീപ്പിൽ വന്നവരൊക്കെ പുറകിൽ തന്നെ നിൽക്കുകയാണ്. 1.5 കിലോമീറ്റർ ദൂരം ഉള്ളെങ്കിലും എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കഠിനമൊന്നുമല്ല. പണ്ടത്തെ ശബരിമലയുടെ ഒക്കെ ചെറിയൊരു ഇത്, കല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ പോലെയല്ല, ഇപ്പോൾ കോൺക്രീറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. പണ്ടത്തെ ശബരിമല പോലെ. മലയാറ്റൂർ പള്ളി കയറിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. മലയാറ്റൂർ ഇപ്പോഴും ഏകദേശം ഇങ്ങനത്തെ വഴി തന്നെയാണ്. അതും അധികം ദൂരമില്ല, ദൂരം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ എന്നുണ്ട് മലയാറ്റൂർ. അതുപോലത്തെ ഒരു വഴി. നമുക്ക് 11 മണിക്ക് രാവിലെ 9:10 വണ്ടി എടുത്തിട്ട് 11 മണിക്കാണ് എൻ്റെ അടിയിലെത്തിയത്. അടിവാരം എന്താ സ്ഥലത്തിന് പറയുന്നറിയില്ല. അവിടെ മൂലസ്ഥാനം, മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമൊക്കെ അവിടെയാണ്. അവിടെ നമ്മൾ 11 മണിക്ക് മുമ്പ് എത്തിയായിരുന്നു. ഇനി അവിടെ നിന്ന് 1.5 മണിക്കൂർ 11 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മേളിൽ കയറി തിരിച്ച് 12:30-ക്കുള്ളിൽ വരാമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഇത്തിരി ദൂരമുണ്ട്, ഇത്തിരി കഠിനമാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പാടാണ്, വയസ്സായവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് നോക്കാം. എത്തി, കുറച്ചുകൂടെ മേലോട്ട് പോകാണ്ട്. ഈ മലയോടെ കയറി കഴിഞ്ഞാൽ എത്തും. പിന്നെ ഇവിടെ കുടിക്കാനൊക്കെ വെള്ളം നമ്മൾ തന്നെ കൊണ്ടുപോകണം. കുടിക്കാനൊന്നും വെള്ളം ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ കാട് ഈ ഓഫ് റോഡ് എത്തുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ 70 രൂപ കൊടുക്കണം കയറാൻ. കൂടാതെ ഡെപ്പോസിറ്റ് ആയിട്ടൊരു 100 കൊടുക്കണം. അതായത് നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് ആയിട്ട് 100 കൊടുക്കണം. ആ കുപ്പിയൊക്കെ തിരിച്ച് കാണിക്കുമ്പോൾ അവരത് തിരിച്ച് തരും 100 രൂപ. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കൊണ്ടുപോകണേ നല്ലത്. അല്ലാതെ വെള്ളം ഇവിടെ കിട്ടില്ല, ഇവിടെ ഇല്ല, അടിയിലില്ല. ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ദൂരെ മാത്രം ഒരു കടയൊക്കെയുള്ള സ്ഥലം കിട്ടിയത്. അവിടെ ചിലപ്പോൾ വെള്ളം കിട്ടുമായിരിക്കും, ഇവിടെ വെള്ളമൊന്നുമില്ല. നമ്മൾ സർവജ്ഞ പീഠം എത്തി. നമുക്ക് മേളിലേക്ക് കയറാം. അകത്തൊരു വിഗ്രഹമുണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. സർവജ്ഞ പീഠം. ഇവിടെ CCTV ക്യാമറയും എനിക്ക് തോന്നുന്നത് വയർലെസ്, പോലീസിൻ്റെ വയർലെസ്സിൻ്റെ സംവിധാനമൊക്കെ ഇതിൻ്റെ മേളിലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇല വീഴ പൂഞ്ചിറ പോലെ ഇതാണ് സർവജ്ഞപീഠം. അതിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് നോക്കാം. ബാക്കിലെന്താ നോക്കാം. ബാക്കിൽ ഗ്രില്ല് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വീടുകളുടെ സ്ഥലമാണ്, കണ്ടോ. ഇവിടെ വീടൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഇവിടെ വീടൊക്കെയുള്ള ഏരിയ ഉണ്ട്. അത്ര വ്യക്തമല്ലെങ്കിലും വീടൊക്കെ ഉണ്ട്. ഏതാ ഏരിയ എന്നറിയില്ല. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് അറിയില്ല. നമുക്ക് ചുറ്റിപ്പോവാം. നല്ല വ്യൂ, ചുറ്റുപാട് നല്ല വ്യൂ ആണ്. ഇതാണ് സർവജ്ഞപീഠം. ശ്രീ ശങ്കരാചാര്യർ ഇവിടെ വന്ന് ഇരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകം ഇങ്ങനെയാകും. വിഗ്രഹം കൊണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതിലെ വഴിയാണ് വന്നത്. അപ്പം അതിൽ നമുക്ക് അതിലങ്ങ് പോവാം.
അവിടെ ഒരു കൊച്ചു കിടന്നു വന്നിട്ടില്ലേ. ഓക്കെ, ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇറങ്ങാൻ തുടങ്ങിയുള്ളൂ. 1.5 കിലോമീറ്റർ ഉണ്ട്. ഇറക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ചുറ്റുപാടും മലയാണ്, നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. തണുപ്പുമുണ്ട് കാറ്റിന്. കടൽ ഇരുമ്പുന്ന പോലെയുള്ള സൗണ്ടിലൂടെയാണ് കാറ്റ് വരുന്നത്. നല്ല കാറ്റാണ്. തെറിച്ച് വരെ പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാറ്റാണ് വരുന്നത്. ഫുൾ മലയാണ്. വന്യമൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, അറിയില്ല. ബോർഡൊന്നും കണ്ടില്ല അവിടെ. ഞങ്ങൾ പോയാൽ മാത്രം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനത്തെ മലയായതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല വന്യമൃഗങ്ങളൊന്നും. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഇറങ്ങി, ഞങ്ങളും കൂടെ ഇറങ്ങുകയാണ്. മനോഹരമായ കാഴ്ചകൾ. കുറച്ചും കൂടെ നേരത്തെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങി തിരിച്ച് താഴത്തെത്തി. വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ വരെ ഞങ്ങളെത്തി. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഇപ്പോൾ കയറിയപ്പോൾ നിങ്ങൾ കണ്ട പോലെ വഴിപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദം മേടിക്കണം. പ്രസാദം മേടിക്കാൻ നമുക്ക് കയറാം. വീടെടുക്കുന്നില്ല, ക്ഷേത്രമല്ലേ. ഓക്കെ, ഈ വാഹനത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിച്ച വാഹനമാണ്. 8 പേര് വേണം വാഹനത്തിൽ. ഒരാൾക്ക് 470 രൂപ, 400 രൂപ വാഹനത്തിൻ്റെ ഡ്രൈവർക്കും, 70 രൂപ ഫോറസ്റ്റിനാണ്. ഈ വാഹനത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ 1.5 മണിക്കൂർ എടുത്തു മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. 1.5 മണിക്കൂർ തിരിച്ചു പോകാനും വേറൊരു 1.5 മണിക്കൂർ നമുക്ക് മുകളിൽ സർവജ്ഞ പീഠത്തിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ. അങ്ങനെ മൊത്തം 4.5-5 മണിക്കൂറിൻ്റെ ഒരു ട്രിപ്പാണ്. റോഡ് വളരെ മോശമായതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. അല്ല ഇത്ര സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. വഴി വളരെ മോശമാണ്. ഈ വഴിയാണ് വന്നത്. ഇതിലെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്.